ഓം ശാന്തി. ഞാൻ സ്വയം ആത്മാവാണെന്ന് നിശ്ചയം ചെയ്യുന്നു. എൻ്റെ ഭ്രുകുടി മധ്യത്തിൽ പ്രകാശിക്കുന്ന തേജസ്വിയായ മുത്തിനെ കാണുന്നു. സർവശക്തിവാൻ നിരാകാർ പരംപിത ശിവ പരമാത്മാവിൻ്റെ സർവശ്രേഷ്ഠ രചനയാണ് ഞാൻ. നിശ്ചയബുദ്ധിയായി സദാ ബാബയിൽ സമർപ്പിതമാകുന്നു. ദേഹബോധവും വികാരങ്ങളുടെ വംശവും ദേഹത്തിൻ്റെ സംബന്ധങ്ങളുടെ വംശവും വൈഭവങ്ങളും സർവ്വതും വംശസഹിതം ഞാൻ ബാബയ്ക്ക് സമർപ്പിക്കുന്നു. ഞാൻ നിശ്ചയബുദ്ധി വിജയരത്നമാണ്. നിശ്ചയം പോലെ ആത്മീയ ലഹരി എൻ്റെ മുഖത്തിൽ പ്രത്യക്ഷമാകുന്നു. എൻ്റെ ഓരോ സങ്കല്പത്തിലും കർമ്മത്തിലും വിജയം അനുഭവമാകുന്നു. വിജയം അധികാരത്തിൻ്റെ രൂപത്തിൽ പ്രാപ്തമാകുന്നു. എൻ്റെ ശ്രേഷ്ഠ ഭാഗ്യം, ശ്രേഷ്ഠ ജീവൻ, സർവശ്രേഷ്ഠ പിതാവും പരിവാരത്തിൻ്റെയും സംബന്ധത്തിലൂടെ 1% പോലും സംശയമില്ല. ഓരോ കാര്യത്തിലും ബിന്ദുവിടുന്ന ഞാൻ നിശ്ചയബുദ്ധിയാണ്. ഞാൻ സദാ എൻ്റെ ശ്രേഷ്ഠ സ്ഥിതിയുടെ സിംഹാസനത്തിലിരിക്കുന്നു. ബാബയുടെ പ്രാപ്തിയായ ജ്ഞാനത്തിൻ്റെ പ്രകാശവും ശക്തിയും ഓർമ്മയുടെ ശക്തിയും എൻ്റെ സ്ഥിതി ശ്രേഷ്ഠമാക്കുന്നു. ഞാൻ സർവപ്രാപ്തി സ്വരൂപമാണ്. മാസ്റ്റർ സർവശക്തിവാൻ ആത്മാവാണ്. നിശ്ചിന്ത ചക്രവർത്തിയാണ്. വിജയത്തിൻ്റെ ലഹരിയിൽ ഞാൻ നിശ്ചിന്തമായിരിക്കുന്നു. ഞാൻ നിശ്ചയബുദ്ധി ആത്മാ സ്വയം ആത്മീയ ലഹരിയിലിരിക്കുന്നു. മറ്റുള്ളവർക്കും ആത്മീയ ലഹരി അനുഭവമാകുന്നു. ഞാൻ ഈ സൃഷ്ടിരൂപി ഡ്രാമയിൽ അഭിനയിക്കുന്നു. ശരീരമാകുന്ന ഡ്രസ്സ് ധരിച്ച് സൃഷ്ടി ഡ്രാമയിൽ അഭിനയിക്കുന്ന ഹീറോ ആത്മാവാണ് ഞാൻ. ഈ അനാദി നാടകം കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ടിക്ക് ടിക്ക് ചലിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതിൽ ഒരാളുടെ പാർട്ട് മറ്റൊരാളുടേതുപോലെ ആയിരിക്കില്ല. ഇതിനെ യഥാർത്ഥ രീതിയിൽ മനസ്സിലാക്കുന്ന ഞാൻ സദാ ഹർഷിതമായിരിക്കുന്നു. പരിധിയില്ലാത്ത അച്ഛൻ
പരിധിയില്ലാത്ത സമ്പത്ത് നൽകുന്നു. പരിധിയുള്ള അച്ഛനിൽ നിന്നും പരിധിയുള്ള സമ്പത്ത് ലഭിക്കുന്നു. ഈ യുക്തിയിലൂടെ തെളിയിച്ചു പറയാൻ സാധിക്കുന്നു ഭഗവാൻ വന്നിരിക്കുകയാണെന്ന്. ആരാണോ 5000 വർഷങ്ങൾക്ക് മുമ്പ് മനസ്സിലാക്കിയത് അവർ മനസ്സിലാക്കും. നിരാകാരനായ ബാബയിൽ നിന്ന് ഞാൻ പഠിക്കുന്നു. ഞാൻ നിരാകാര ആത്മാവ് മുകളിലാണ് നിവസിക്കുന്നത്. പിന്നീട് ഈ സിംഹാസനത്തിൽ വരുന്നു. ഈ സിംഹാസനം നശിക്കുന്നതാണ്. ഞാൻ ആത്മാവ് അകാലനാണ്. ഒരിക്കലും മൃത്യു വരിക്കുന്നില്ല. ശരീരമാണ് മൃത്യു വരിക്കുന്നത്. ഇത് ചൈതന്യ സിംഹാസനമാണ്. അകാലമൂർത്തിയായ ആത്മാവ് ഒരു ശരീരം ഉപേക്ഷിച്ച് അടുത്തതെടുക്കുന്നു. എപ്പോഴാണോ വളരെ ഗ്ലാനി സംഭവിക്കുന്നത്, വളരെ ദരിദ്രനാകുന്നത്, ദുഃഖിയാകുന്നത്, അപ്പോൾ ബാബ വരുന്നു. ബാബ വന്ന് സ്വർഗത്തിന്റെ സ്ഥാപന ചെയ്യുന്നു. ഞാൻ എൻ്റെ വീടിനെ മറന്നിരുന്നു. ഭക്തിമാർഗത്തിലെ ചതികൾ അനുഭവിച്ചു കൊണ്ടിരുന്നു. ഭഗവാനെ അന്വേഷിച്ചു കൊണ്ടിരുന്നു. ഇതിനെ പറയുന്നു രാത്രി. ഭഗവാൻ വന്നിരിക്കുന്നു എന്ന നിശ്ചയമുണ്ടാകുന്നു. അപ്പോൾ ഞാൻ ബാബയുടേതായി മാറുന്നു. പിന്നീട് പരീക്ഷയിൽ തോറ്റുപോകുന്നു. ഇതാണ് മനുഷ്യനിൽ നിന്നും ദേവതയാകുന്ന പരീക്ഷ. നല്ല പുരുഷാർത്ഥികൾ മറ്റുള്ളവരെയും മനുഷ്യനിൽ നിന്ന് ദേവതയാക്കാനുള്ള പുരുഷാർത്ഥം ചെയ്യിക്കുന്നു. ബാബയുടെ പരിചയം നൽകുന്നു. പാരലൗകിക പിതാവാണ് ദുഃഖഹർത്താവ്, സുഖകർത്താവ്. ബാബ ദുഃഖത്തിൽ നിന്നും മുക്തമാക്കി പിന്നീട് വഴികാട്ടിയായി തൻ്റെ മധുരമായ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. അതാണ് മധുരമായ ശാന്തിയുടെ വീട്. ബാബ എല്ലാ ആത്മാക്കളെയും നിർവാണധാമത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഒരാളെയും ഉപേക്ഷിക്കില്ല. ഞാൻ ആദ്യം ബാബയുടെ പരിചയം കൊടുക്കുന്നു. നിരാകാരനായ അച്ഛനെ പരമപിതാവെന്ന് പറയുന്നു. പരമപിതാവെന്ന അക്ഷരം മധുരമാണ്, കൃത്യമാണ്. കേവലം ഈശ്വരൻ എന്ന് പറയുന്നതിലൂടെ സമ്പത്തിന്റെ സുഖം വരുന്നില്ല. ആത്മാക്കൾ വസിക്കുന്ന സ്ഥലമാണ് ശാന്തിധാമം. സ്വർഗത്തെ ശാന്തിധാമം എന്ന് പറയുന്നില്ല. ജീവിതം ഈ സമയം തീർത്തും സമ്പൂർണമാകണം. ബാബയ്ക്ക് സമാനം ജ്ഞാനത്തിന്റെ സാഗരം സുഖശാന്തിയുടെ സാഗരമാകുന്നതുവരെ
എല്ലാ സമ്പത്തും എടുക്കുന്നു. ഏറ്റവും ആദ്യം ഞാൻ ശാന്തിധാമത്തിലേക്ക് പോകും, പിന്നീട് സുഖധാമത്തിലേക്ക് പോകും, പിന്നീട് താഴോട്ടിറങ്ങുന്നു. ഓരോ മിനിറ്റും ഇറക്കമുണ്ടാകുന്നു. ഓരോ മിനിറ്റും ടിക് ടിക് എന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. മുഴുവൻ റീലും ആവർത്തിക്കുന്നു. കറങ്ങി കറങ്ങി വീണ്ടും റോളാകുന്നു. അതുതന്നെ ആവർത്തിക്കുന്നു. ഇതാണ് പരിധിയില്ലാത്ത നാടകം. അവിനാശി നാടകം ഉണ്ടായതും ഉണ്ടാക്കപ്പെട്ടതും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതുമാണ്. എന്താണോ നടക്കേണ്ടത് അത് നടക്കുന്നു. പുതിയ കാര്യമല്ല. അനേക പ്രാവശ്യം ഈ നാടകം ആവർത്തിച്ചു വന്നതാണ്. ഇത് ഘോര കലിയുഗമാണ്. ഇവിടെ വളരെ ദുഃഖമാണ്. ബാബ സംഗമത്തിൽ വന്ന് പവിത്ര ലോകം സ്ഥാപിക്കുന്നു. പവിത്ര ലോകമാണ് സ്വർഗം, ഹെവൻ. ഇതാണ് പാതാളം, നരകം, ഹെൽ. ഈ സമയത്ത് തന്നെ ബാബയ്ക്ക് സമാനം പൂർണ്ണമായി സമ്പത്തെടുക്കുന്നു. ബാബയുടെ എല്ലാ ശിക്ഷണങ്ങളെയും ധാരണ ചെയ്ത് ബാബയ്ക്ക് സമാനം ജ്ഞാനസാഗരനും സുഖശാന്തിയുടെ സാഗരനുമാകണം. ബുദ്ധിയെ പവിഴമാക്കുന്നതിനു വേണ്ടി പഠിപ്പിൽ പരിപൂർണമായ ശ്രദ്ധ നൽകുന്നു. നിശ്ചയബുദ്ധിയായി മനുഷ്യനിൽ നിന്നും ദേവതയാകുന്നതിൻ്റെ പരീക്ഷ വിജയിക്കണം. ഞാൻ ബാബയുടെ വരദാനത്തെ സ്മൃതിയിൽ കൊണ്ടുവരുന്നു. നിശ്ചിതമായ വിജയത്തിൻ്റെ ലഹരിയിലിരുന്ന് ബാബയുടെ കോടി മടങ്ങ് സഹായം പ്രാപ്തമാക്കുന്ന മായാജീത്തായി ഭവിക്കൂ. അനേക പ്രാവശ്യത്തെ വിജയി ആത്മാക്കളുടെ വിജയം ഉറപ്പാണ്. ഇത് നിശ്ചിതമാണെന്നുള്ള ലഹരി ബാബയുടെ കോടി മടങ്ങ് സഹായത്തിൻ്റെ അധികാരം പ്രാപ്തമാക്കി തരുന്നു. ഈ ലഹരിയിലൂടെ ഞാൻ സഹജമായി മായാജീത്താകുന്നു. സങ്കല്പശക്തിയെ സമാഹരിച്ച് സ്വയത്തിനു വേണ്ടിയും വിശ്വത്തിനു വേണ്ടിയും പ്രയോഗം ചെയ്യുന്നു. ഓം ശാന്തി.